അപ്പോൾ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓണക്കൂടി വാങ്ങിയിട്ടുണ്ടേ. ഒരു ടീഷർട്ടും ഒരു കാവിയും, അതുപോലെ തന്നെ അമ്മക്ക് ഒരു ലുങ്കി, ഒരു ബ്ലൗസ് പീസ്, രണ്ട് തോർത്ത്, വൈകക്കൊരു ഉടുപ്പ്. അപ്പോൾ ഇത് അപ്പം കൊണ്ട് കൊടുക്കട്ടെ, തറവാട്ട് കൊണ്ട് കൊടുക്കട്ടെ. നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞു അല്ലേ. നഷു നവെല്ലാം കുളിക്കണത്രേ, പൂക്കളെല്ലാം ഇടണത്രേ. ഇന്ന് രാവിലെ നല്ല മഴയാണ്, അതുകൊണ്ട് പിള്ളേരെല്ലാം രാവിലെ നല്ല കിടന്ന് ഉറങ്ങി അല്ലേ. അച്ഛനമ്മയും മുമ്പിൽ നിന്ന് ഇരിക്കുന്നുണ്ട്. രണ്ടാക്കെടുത്ത് കൊടുത്തേ. അച്ഛ ടീഷർട്ട് വാങ്ങിനേട്ടാ. വൈകേ ചവിടിച്ചുവാ. എടാ പൂടുന്നില്ലേ വീട്ട്. എന്നാ വാ വേഗം വന്നിട്ട് ഇട്. നഷു കുളിക്കുന്നു അത്രേ. എല്ലാവരും നല്ല ഉറക്കത്തിലായിന്നല്ലേ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം മഴയത്താണ്, നല്ല മഴ പിടിച്ചിട്ടുണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ചോറും കറിയിലാക്കണത്രേ, പൂക്കൾ ഇടണത്രേ. അപ്പോൾ കുറച്ച് പണിയുണ്ട്, അതെല്ലാം കാണിക്കാം. എന്നാൽ പിന്നെ എല്ലാവർക്കും ഓണാശംസകൾ ഒന്നുകൂടി നേരുന്നു. അച്ഛാ താറ്റ കൊടുത്തേ. വൈകേന്റെ ഫ്രണ്ടുക്കളാണ് കേട്ടാ. വൈകേരി നഷൂരി നഷു കൂട്ടി നോക്കിയ നഷൂരി ഫ്രണ്ടുക്കളല്ലേ അല്ലേ. ഒരു പാട്ട് പാടാൻ കഴിയാ. പഴയ പാട്ട് കഴിഞ്ഞ പാടി കുറേ ആള് നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല മഴയാണ്. മഴ പറഞ്ഞ ഇതാ വെള്ളം ഇതാ ഒഴുകി പോവാ. അപ്പൊ അടുത്ത പരിപാടി നമ്മുടെ കൂട്ടുകറിയാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ചേനയും കായ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയേ, കുറച്ച് മുളക് പൊടിയേ, പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വേവട്ടെ. അപ്പോൾ നമ്മുടെ കടല കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേനയും കായും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച കടലയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുരുമുളക് പൊടിയാ കുറച്ച് ചേർക്കുന്നുണ്ട്.
അടുത്ത് നമ്മുടെ തേങ്ങയും ജീരകം ഒതുക്കിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അരപ്പിൽ കിടന്നിട്ടൊന്ന് പോകട്ടില്ല. അപ്പം നമ്മുടെ അരപ്പെല്ലാം വെന്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിലേക്ക് തേങ്ങ വറുത്തിടണം അല്ല. വെളിച്ചെണ്ണ, കടുക്, കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വറ്റൽ മുളക് ഇടേ, തേങ്ങ, അപ്പം നമ്മുടെ തേങ്ങ ചുവന്ന് വന്നിട്ടുണ്ട്. നല്ലോണമായി അല്ലേ. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങ വറുത്തും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകറി റെഡി ചെയ്യും അല്ലേ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങ വറുത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി വെപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണസദ്യക്കുള്ള കൂട്ടുകറി റെഡി ചെയ്യും അല്ലേ. ഓക്കെ, അപ്പോൾ ചെറുങ്ങനെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇത് ഓഫാക്കി ഓക്കെ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തിടാം. മുന്തിരിയ അപ്പോൾ ഇതും കൂടെ നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് എല്ലാം ചേർത്ത് അങ്ങനെ നമ്മുടെ പരിപ്പ് പ്രഥമനും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓണസദ്യ കഴിക്കാൻ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും ഏട്ടത്തിയും അത്യാവശ്യമായി പയ്യന്നൂർ പോകേണ്ടതുണ്ട് അല്ലേ. അവർ പോയിട്ടായില്ല, അവർ കഴിച്ചാൽ പറഞ്ഞു. ഞാൻ ഇപ്പം വിളിച്ചു ചോദിച്ചിനി. ആദ്യം നമുക്ക് ഉപ്പ് തൊട്ടിട്ട് തന്നെ തുടങ്ങാം. ആദ്യം ഉപ്പ്, അടുത്ത നമ്മുടെ ശർക്കര ഉപ്പേരി, സാദാ ഉപ്പേരി, അടുത്ത നമ്മുടെ കറികളെ, അച്ചാറ്, നമ്മുടെ പച്ചടി, അവിയല്, അടുത്ത നമ്മുടെ വറവ്, അടുത്ത കൂട്ടുകറി. ഇനി പഴ ആദ്യം വിളമ്പണ്ടേ. ചോറ് വിളമ്പ, പപ്പടം, അടുത്ത നമ്മുടെ സാമ്പാർ, അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസദ്യ കഴിക്കലായി. ഏട്ടനും ഏട്ടത്തിലും ഒരു കുറവുണ്ട്. അവരിപ്പം വിളിച്ച് പറഞ്ഞു നിങ്ങൾ കാത്തു നിൽക്കണ്ട, കഴിച്ചു വന്നു. അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങിയതാണ്. സമയം ഒരുപാട് വൈകിപ്പോയി. അച്ഛനും നമുക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കാനാവില്ല. ഏകദേശം 2 മണിയാവാനായി. 2 മണി കഴിഞ്ഞു. എന്തുണ്ടാ കറിയെല്ലാം രസമുണ്ടാ? അച്ഛൻ രസമുണ്ടാ? കറിയെല്ലാം രസമുണ്ടാ? കറിയെല്ലാം രസമുണ്ടോ? രസമുണ്ടല്ലേ? ആദ്യം നമ്മുടെ സാമ്പാറിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കറി എന്തെല്ലാം പറഞ്ഞുതരാം. കൂട്ടുകറി, അച്ചാറ്, നമ്മുടെ കക്കിരിക്കപ്പരക്ക്, അവിയൽ, പപ്പടം, വറവ്, നമ്മുടെ ശർക്കര വരട്ടി, സാദാ ഉപ്പേരി, പഴം, പപ്പടം. പിന്നെ കഴിക്കാൻ തുടങ്ങാം. ആദ്യം സാമ്പാർ, കുറച്ച് കൂട്ടുകറി എടുക്കാം. പച്ചടി, അടുത്ത നമ്മുടെ അവിയൽ, ഉപ്പേരി, ശർക്കര വരട്ടി,
സാധാ ഉപ്പേരി, പപ്പടം, പപ്പടം തണ്ണി, സാറ്. ഭക്ഷണം നല്ല ഫുഡ് തന്നെ ആയിനി. ചിരിക്കുന്നൊക്കെ കൂട്ടുകറിയിൽ അമ്മേനെ ബാക്കിയാണ്. വേണ്ടമ്മേ, അപ്പം അമ്മയായിരുന്നു കുറച്ചെടുക്കുക. അമ്മക്ക് വേണ്ട പറഞ്ഞിട്ടോ, അതേ കളയണ്ടല്ലേ. അമ്മേനെ ഉപ്പേരും ബാക്കിയാണ്. കളയുന്നു കളയുന്നു കളയുന്ന മാത്രം ഇഷ്ടമല്ല. അപ്പൊ നമ്മുടെ പായസം കുറച്ച് പരിപ്പ് അധികമായി പോയിട്ടുണ്ട്. പായസം നമ്മൾ വിചാരിച്ച അത്ര ഇതായില്ല. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കാണാൻ ബുക്ക് കുറവാണ്. ഒരു പഴം കൂടെ വേണ്ട, പരിപ്പ് കൂടുതലായിപ്പോയി. തിരക്കിട്ടാക്കുന്നില്ല, അതാണ്. സാറ് തൊട്ടെടുക്കും. അപ്പോൾ ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഏട്ടത്തി ഇനി എല്ലാവരും കഴിച്ചോട്ടെ. അപ്പോൾ ഏട്ടത്തിയും വന്നിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓണാഘോഷ പരിപാടിയുണ്ട്, സ്നേഹവതി ക്ലബിൻ്റെ. അപ്പോൾ അടുത്ത കുറച്ച് പരിപാടികളൊന്നും നമുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. എന്നാ നിങ്ങയും കൂടെ ഒപ്പനം വാ. കണ്ണുളി കാട്ടി വേലവൻ വള്ളി നേരത്ത് പോയി നെഞ്ചിലെ പിരിശങ്കിലെ വാശിയേറിയ മുട്ടേറെ മത്സരമാണ് വേദിയിൽ നടക്കുന്നത്. കയ്യടിച്ചു പോസമില്ല, കാലുകൾ കയ്യടിച്ചു പോസം.
ഓണാശംസകൾ. കസേല കളിക്ക് കൂടി ഭയങ്കര ഓടി കതച്ചു പോയി. സെക്കൻഡ് കിട്ടീന്, സെക്കൻഡ് പ്രൈസ്. ഞാൻ വിചാരിച്ചല്ല കൂട്ടണേ, ഇങ്ങനെ കൂടിയതാവും. നല്ല പായസം ഉണ്ട്, പാൽപ്പായസം. ഭാവിയെ ഏറെ സ്നേഹത്തോടെയും വിനയത്തോടെയും ക്ഷണിക്കുകയാണ്. പോയൊന്നും പിടിക്കണ്ട, മേലോട്ട് വരും. ചായ് ബാക്കോട്ട് ചായ് പോയൊന്നും പിടിക്കണ്ട. ആ ആരോഗ്യമല്ല. മാറിക്കോ വീണു. അങ്ങനെ ഓണപ്പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കേട്ടാ. കുറെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അനക്ക് കസല കളിക്ക് സെക്കൻഡ്, എനിക്ക് കമ്പനിയിൽ ഫസ്റ്റ്. ഇതാണ് അങ്ങനെ അങ്ങനെ 3 സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നാ പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസ നേരുന്നു.